എവരിവൺ, സുഖല്ലേ? അപ്പം നമുക്കിന്നൊരു എഗ് ബുർജി ഉണ്ടാക്കിയാലോ? ആവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, മുളകൊക്കെ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചു കേട്ടോ. ഇറ്റലി ഞാൻ പൊതുവെ ഉണ്ടാക്കാറില്ല, അപ്പം ഇന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ച് ഉണ്ടാക്കിയതാ. ബട്ട് ഗൈസ്, പണി കിട്ടി. എണ്ണ ചൂടാക്കാൻ വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ അതൊന്നും ആവുന്നില്ല, ചൂടൊന്നും ആവണില്ല. അപ്പം നേരെ സാധനങ്ങളൊക്കെ എടുത്ത് താഴെ പോയിട്ടോ. ഇവിടെ പി ജിയിൽ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മെസ്സിലാണ് അതുള്ളത്, എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമും ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും അത്ര നല്ലതല്ലല്ലോ. അപ്പം ഞങ്ങളങ്ങനെ കുക്ക് ചെയ്യാറൊന്നുമില്ല. ഇന്നിപ്പോൾ കെറ്റിൽ പണിയെന്ന സ്ഥിതിക്കും നമ്മളിതൊക്കെ അരിഞ്ഞ് വെച്ചില്ലേ. അപ്പോൾ പിന്നെ എന്തായാലും അതൊക്കെ എടുത്ത് താഴെ വന്ന് നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഉള്ളി മൂപ്പിക്കാൻ ഇട്ടു കേട്ടോ. പിന്നെ ഉള്ളി പെട്ടെന്ന് ആവാൻ വേണ്ടി ഇച്ചിരി ഉപ്പിട്ടു. പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതൊന്ന് മൂപ്പായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുളക്, ഞാനൊരു മുളക് ഇട്ടിട്ടുള്ളൂ, മുളക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ആയിട്ട് ഇടണേ, മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇച്ചിരി ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ മുളക് പൊടി കേട്ടോ. ഞാൻ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും എനിക്ക് മസ്റ്റാണ് ചിക്കൻ മസാല കേട്ടോ. അപ്പോൾ നമ്മളത് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിലേക്ക് ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക കേട്ടോ. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. ഞാൻ ഇവിടെ 2 മുട്ട എടുത്തേക്കണേ. എൻ്റെ വീട്ടിൽ മീൻ മേടിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതാട്ടോ ഉണ്ടാക്കി കഴിക്കാറ്, കാരണം ഞാൻ മീൻ കഴിക്കാറില്ല. അപ്പോൾ വീട്ടിൽ മീൻ കറിയൊക്കെ ആണെങ്കിലും എനിക്ക് പറ്റാത്ത കറികളാണെങ്കിലും ഞാൻ പെട്ടെന്ന് ആക്കി കഴിക്കാറ് കേട്ടോ. മുട്ട പൊട്ടിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. ലോ ഫ്ലെയിമിലാക്കണേ, എനിക്കിവിടെ അങ്ങനെ ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല, അത് ഫുള്ള് ഹൈ ഫ്ലെയിമിലാണ് കിടക്കണേ. അപ്പം ഞാൻ എന്താക്കി, വേഗം ഇളക്കി കേട്ടോ. ഇളക്കിയിട്ട് പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ അതിൻ്റെ പച്ചമണം മാറണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ എഗ് ബുർജി ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ്. അപ്പം നമുക്കിന്ന് ചോറും പിന്നെ രസവും പിന്നെ എന്തോ ഒരു മസാലക്കറിയും അച്ചാറും പിന്നെ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ മുട്ട പുഴുങ്ങിയത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.